എന്തായിരുന്നു ഫംഗ്ഷൻ അവിടെ? എന്തായിരുന്നു ഫംഗ്ഷൻ അവിടെ? ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഏകദേശം നാട്ടിലെത്തിയിട്ട് 3 മാസം കഴിഞ്ഞ് 4th month സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ അത് തിരിച്ചു പോകാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് നിൽക്കാൻ വന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അതുപോലെ ജ്വല്ലറി പോകാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 വീക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിന്നതിന് ശേഷം പിന്നെ അതാ വീണ്ടും ഷെഫിഖാൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അവിടേക്ക് പോയപ്പോഴും ഇങ്ങനെ ഇന്നും ഓരോ ആവശ്യത്തിനായിട്ട് പുറത്ത് പോകാനുണ്ടാവും. ഇങ്ങനെ പോകാനായതുകൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമാണല്ലോ. അപ്പോൾ നമ്മളിത് ആ ചൂട് സഹിക്കാൻ വയ്യാതെ പിന്നെ ഈവനിങ്ങൊക്കെ ആയപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ലൈമും പിന്നെ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ പോലത്തെ ഒരു സംഭവമൊക്കെ വാങ്ങി കഴിച്ചിട്ടോ വഴിയിൽ നിന്ന് കണ്ടൊരു കടയിൽ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഈ വീഡിയോ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ പോകാനുള്ള ദിവസമായി. ഞാൻ 26th ഏപ്രിലിനാണ് പോണേ, ഇലക്ഷൻ്റെ ടൈമിന്. അപ്പം അതിൻ്റെ 25th എൻ്റെ ഉമ്മ വല്യമ്മാനി അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ മടക്കി വെക്കുകയാണ്. പിന്നെ പോകുന്നൊന്നും ഞാൻ വീഡിയോസ് പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. എയർപോർട്ടിലൊക്കെ എത്തി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത്. എമ്മിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷേ എൻ്റെ ഇതൊക്കെ തെറ്റിച്ച് ഓനൊന്നും ഒന്നും വെറുപ്പിച്ചിട്ടൊന്നുമില്ല. പാവമായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ ഇവിടെ എത്തുന്നത് വരെ. അപ്പം ആളത് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നിലത്തിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ പിടിക്കാനൊന്നും പോയില്ല. അവനവൻ്റെതായ രീതിയിൽ കളിച്ചോട്ടെ വിചാരിച്ച്. പിന്നെ അതാ ഇലക്ഷൻ വോട്ട് ചെയ്തുകൊണ്ട് എൻ്റെ കൈയാകെ അലമ്പാക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഒരു. അങ്ങനെ അതാ ആൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഫോണൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് എമ്മിന്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് വന്നു. ഫ്ലൈറ്റിൽ കയറിയിരുന്ന് കുറച്ച് നേരം എന്തൊക്കെയോ അങ്ങനെ ആൾ നോക്കിയൊക്കെ ഇരുന്നതിന് ശേഷം ടേക്ക് ഓഫിൻ്റെ ടൈമായപ്പോൾ കറക്റ്റ് ഓന് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇറിറ്റേഷനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് 7:20 അങ്ങനെ എന്തോ ഇനി പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ടേക്ക് ഓഫിൻ്റെ ടൈമായപ്പോൾ ഓൻ ഉറങ്ങി. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഓനക്ക് വാങ്ങിയ ഫുഡ് ഞാൻ കഴിക്കാൻ തുടങ്ങി. ഓൻ്റെതൊക്കെ ബാഗിലുണ്ട്, എന്നാലും ഒരു കേക്ക് എടുത്ത് ഞാൻ കഴിച്ചു. എനിക്ക് അത്രയ്ക്ക് വിശക്കുന്നുണ്ടേനി. പിന്നെ നമ്മൾ എയർ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഫുഡൊന്നും കിട്ടൂലല്ലോ. അപ്പം ഇതാ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റൂലല്ലോ ഫ്ലൈറ്റിൽ നിന്ന്. അപ്പോൾ വിൻഡോയിലൂടെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഇങ്ങനെ ലൈറ്റ്സൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു സമാധാനമായി എത്തിയല്ലോ എന്നുള്ള. പിന്നെ അതാ ലാൻഡിങ്ങിൻ്റെ ടൈമായപ്പം എമിനി അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കാര്യം അവനക്ക് ചെവിട് വേദന ഉണ്ടായിട്ടുണ്ടായിന് തോന്നുന്നുണ്ട്. ചെവി പിടിച്ചിട്ട് പാവം കരയുന്നുണ്ടായിന്. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഓനക്കും എനിക്കും ഉണ്ടായിന്. എനിക്കുണ്ടായാൽ പിന്നെ എന്തായാലും ഓനക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൻ കരയുന്നത്. കാര്യം ചെവിട് പിടിച്ചിട്ട് ആൾ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിനി. പിന്നെ ഈ ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ ആൾ കുറച്ച് സമാധാനമായി. പിന്നെ നമ്മളിതാ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇനി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഷെഫിഖാക്കനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ എടുത്തിട്ട് ഞാനും എമിനും കൂടി പുറത്തോട്ട് വന്ന് ഷെഫിഖാക്കക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൾ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒത്തിരി വന്നിട്ടോ. വന്ന് ഞാൻ വിചാരിച്ചു എന്നെ മറന്നു പോയിട്ടുണ്ടാവോ പോവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മൂപ്പര് കൈ കാട്ടിയ പാടാ മൂപ്പരാൾ ചാടി പിന്നെ എൻ്റെ അടുത്തോട്ട് വരുന്നേ ഇല്ലേനി കേട്ടോ ഓന്. അപ്പോൾ എൻ്റെ എല്ലാ ധാരണകളും തെറ്റിച്ചുകൊണ്ടൊക്കെ ഇനി മൂപ്പര് അലമ്പാക്കിയിട്ടില്ല. അതുപോലെ ഷെഫിഖാൻ്റെ അടുത്തോട്ട് പോയി പെട്ടെന്ന് കമ്പനി ആയിട്ടോ ആൾ. ഫസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നു, അപ്പം തന്നെ ചാടിയിട്ടുണ്ടായിനി. പിന്നെ അതാ ഓന് ഇവിടെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഒക്കെ നോക്കി നിൽക്കണ്ടായിനി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. പ്രത്യേകിച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇതാ നൈറ്റായി നമ്മളിവിടെ എത്തുന്ന സമയം ഇവിടുത്തെ 12:30 ഒക്കെ ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ. അപ്പം നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പം ഉള്ള എൻ്റെ അലമ്പ് കളികളാണ് ഈ കാണുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടെ കയറിയ ആൾ നല്ല രീതിയിൽ അലമ്പാക്കി തരും. പിന്നെ എന്താ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ എമിനെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ നിന്ന റൂമിലോട്ടാണ് പോകുന്നത്.
അവിടെ വേറെ ഫാമിലീൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസിലൊക്കെ ഇവിടെ 3 ഫാമിലി ആയിട്ടാണ് നിന്നേന്. ഞങ്ങളും വേറെ 2 ഫാമിലിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പം ആ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വേറെ ആരും ഇല്ല, നമ്മളും വേറെ ഫാമിലിയും കൂടി, ആദ്യം നിന്നതിലുള്ള ഒരു ഫാമിലിയും കൂടി ആയിട്ടാണ് ഇപ്പം നിൽക്കാൻ പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പം എടുത്ത വീഡിയോ ആണിത്. ഇവർ ഇവിടുന്ന് നമ്മളെ റൂമിൽ നിന്ന് ഇപ്പോൾ പോയി വേറെ ഫ്ലാറ്റ് എടുത്ത് പോയിട്ടോ. ഓരാണത്, നമ്മളെ കൂടെ വന്നതാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പം ഇതാ നമ്മൾ സാധനം ഒക്കെ വാങ്ങാനുള്ള പുറപ്പാടിലാണ്. വാങ്ങുന്നത് പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓരോരോ റൂമിലോട്ടും നമ്മളെ റൂമിലോട്ട് വന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇവരെ നമ്മളെ റൂമിലോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനും നാജിയത്തായും കൂടി അവർക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുത്തില്ല, നാജിയത്താണ് എല്ലാം ഉണ്ടാക്കിയത്, ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം. അപ്പം ഇതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്, പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതാ ബീഫ് കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. പിന്നെ പൊറോട്ട വാങ്ങി നമ്മൾ, പിന്നെ അതുപോലെ ഈ സംഭവം കണ്ടോ, ഈ ഒരു സാധനം പിന്നെ ഈ ഒരു ക്രീമും വെച്ചിട്ടാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ച് നമ്മൾ കുക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ സംഭവമൊക്കെ മിക്സ് ചെയ്തിട്ട് നാജിയത്ത ആദ്യം ഒന്ന് ഈ ട്രേയിലാക്കി, പിന്നെ ബ്രെഡ് മിൽക്കിൽ മുക്കി, പഞ്ചസാരയിട്ട് മിൽക്കിൽ മുക്കി ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് ലെയർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. കുക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നാജിയത്താത്ത ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളിങ്ങനെ ഓരോ ബ്രെഡ് മുക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നത്. ബീഫ് കറി പിന്നെ പൊറോട്ട വാങ്ങാന്ന്, അതുപോലെ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അങ്ങനെ ബ്രെഡൊക്കെ വെച്ച് ബാക്കിയുള്ള ആ സംഭവം ഇങ്ങനെ ഇതിലോട്ട് മൊത്തത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം മിനി ഓറിയോസ് ഇല്ലേ, അത് വാങ്ങിയിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് ഇടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചതാട്ടോ, അത് ആ ടിന്നിൽ തന്നെ കുറച്ച് ബാക്കിയുള്ള ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ചതാണ്. അങ്ങനെ നാജിയത്താത്ത അങ്ങനെ മെല്ലെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത ക്രീം അൽമറായിൻ്റെ ഫ്രഷ് ക്രീമും അതുപോലെ എന്തോ കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സംഭവം, ആ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നാജിയത്ത ഈ ഒരു ക്രീം ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാര്യം എന്താണ്, അൽമറായിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഈ കസ്റ്റർഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് പാലിൽ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയൊക്കെ എടുക്കുമല്ലേ, ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ പോലെ നമുക്ക് പാക്കറ്റിലായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെയും വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ വാങ്ങിയാൽ. അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കിയ പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിലോട്ട് നാജിയത്ത ന്യൂട്ടലാക്കി കൊടുത്തപ്പോൾ വേറൊരു ടൈപ്പ് പുഡിങ്ങും ആവല്ലോ, അപ്പോൾ അതിന് ബാക്കിയുള്ള ക്രീമിലോട്ട് ന്യൂട്ടലാക്കി കൊടുത്തതാണ്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു വേറെ ട്രേ എടുത്തിട്ട് അതിൽ നമ്മളെ പാർലീജിൻ്റെ ബിസ്ക്കറ്റായിട്ട് വെച്ച്, ഇവിടെ അതാണ് ഉണ്ടായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അടിപൊളിയായിരിക്കും. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ പാലിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടില്ലേനു, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് കഴിക്കുന്ന സമയത്ത് ഈ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് സോക്കായി പൊതർന്ന്, മീൻസ് ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ ഇല്ലേനി, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അങ്ങനെ ആ പാല് മൊത്തത്തിൽ അതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ സോക്കാക്കി എടുക്കണേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ന്യൂട്ടല്ല, പിന്നെ അതുപോലെ അൽമറായിൻ്റെ ക്രീം, അതുപോലെ കാരമൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ആ സാധനം കൂടി മിക്സ് ചെയ്ത് ഈ മിക്സ് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കട്ടോ. അങ്ങനെ ഈ സംഭവമൊക്കെ സെറ്റായി നമ്മൾ പിസ്ത കുറച്ച് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
അതിനുശേഷം എന്താ ബീഫ് കറിക്ക് നാജിത്ത വാട്ടൊന്നും ചെയ്യാതെ മൊത്തത്തിൽ ഒന്നായിട്ട് മസാലയൊക്കെ തേച്ച് കുക്ക് ചെയ്യാൻ വെച്ചതാണ്. പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് അതിനുശേഷം വീണ്ടും ഞാൻ കിച്ചണിലോട്ട് വന്ന് ഇത് അടുത്ത ഒരു സ്വീറ്റ് ഉണ്ടാക്കുകയാണ്. ഇത് അറബിക് സ്വീറ്റാണ്. ഇതിൻ്റെ അറബിക് നെയിം എനിക്ക് മറന്നുപോയി. ഇതിന് ഡംപ്ലിങ്സ് എന്ന് പറയും. മൈദ, ഈസ്റ്റ്, വെള്ളം, പഞ്ചസാര, ഉപ്പ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇത് അടിപൊളി സാധനം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ശരിക്കും ഡേറ്റ് സിറപ്പാണ് വേണ്ടത്. അതാണ് കറക്റ്റ് ഇതിൻ്റെ സംഭവം. നമുക്ക് ഇഷ്ടമുള്ള വെച്ച് ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് വയ്ക്കുന്നത്. ഇതും അടിപൊളി സംഭവമാണ്. ഇത് ശരിക്കും ഡേറ്റ് സിറപ്പാണ് ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള സംഭവം. അങ്ങനെ എല്ലാം സെറ്റായി നമ്മളെല്ലാം ഇവിടെ കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇനി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കുടിച്ച് അതിനുശേഷം പിന്നെ ചായ ഉണ്ടാക്കി. ചായയും നമ്മളെല്ലാവരും കുടിച്ചിട്ടോ. ചായയും ജ്യൂസും അതുപോലെ ഡംപ്ലിങ്സും 2 ടൈപ്പ് ഓഫ് പുഡിങ്ങും. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. എല്ലാം കൂടി ഒപ്പരം കഴിച്ചിട്ടില്ല. ഫുഡ് നമ്മൾ സെപ്പറേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷഫീഖും പിന്നെ നാജിത്താൻ്റെ ഹസ്ബൻഡൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി ഓരൊക്കെ വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഈ സംഭവം ശരിക്കും ഡേറ്റ് സിറപ്പിലാണ്. ഡേറ്റ് സിറപ്പിൽ വേറെ ടേസ്റ്റാണ്, ഈ മിൽക്ക് മെയ്ഡിൽ വേറെ ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. പക്ഷെ എങ്ങനെ കഴിച്ചാലും ആ സംഭവം അടിപൊളിയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ എമ്മിന് ഈ സ്റ്റിക്കൊക്കെ ഒന്നായിട്ട് ഇവിടെ എടുത്ത് താഴത്ത് ഇട്ടിട്ടുണ്ട്. ഇതെനിക്കൊരു പണിയാണ് പെറുക്കിയിടൽ. അപ്പം ഞാൻ വെച്ച് കൊടുത്തപ്പോൾ ഓൻ തന്നെ ഒറ്റയ്ക്ക് പെറുക്കിയിടാനൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് മുഴുവനായിട്ട് പെറുക്കിയിടുന്നു, പക്ഷേ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മതിയായപ്പോൾ അവനതൊക്കെ അവിടെ ഇട്ട് പോയിട്ടുണ്ട്. കേട്ടോ ഞാൻ ഒക്കെ പെറുക്കിയിടും. പിന്നെയും മൂപ്പര് ഫുള്ള് താഴത്തോട്ട് ഒന്നായിട്ട് ചെരിഞ്ഞിടും. അങ്ങനെ ചായയൊക്കെ ആക്കി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി സുൽത്താനെ കൊണ്ട് ചായ പാരിപ്പിക്കുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ഓനോട് ഒഴിക്കാൻ പറഞ്ഞാണ് കപ്പിലോട്ട്. അപ്പോൾ ഓൻ ചായ എല്ലാ കപ്പിലോട്ടും ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ ആൾ ഡ്രോയറൊക്കെ നീക്കി കളിക്കുന്നുണ്ട്. ഇതന്നെയാണ് അവൻ്റെ പരിപാടികൾ. പിന്നെ ഇവിടെ വന്നപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് രണ്ടാക്കും കോൾഡായിട്ടുണ്ടായിനി, പനി ഉണ്ടായിനി. അപ്പം ഓനക്ക് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിനി കേട്ടോ. കുറേ ദിവസം ഭയങ്കര കരച്ചിലൊക്കെ ഇനി ആരെടുത്തോട്ടും പോകുന്നില്ല ഇനി. അപ്പം ഇവരൊക്കെ വന്നപ്പം ആണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ ഒരു മൂഡുണ്ടായി. എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അവന് അവരെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, ഷെഫീഖാക്കും അഹമ്മദൊക്കെ വരാനുണ്ടായതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്യുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഓനക്ക് ഫുഡ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഓൻ്റെ ഈ ബനാന പൗഡർ കുറുക്കാണ്. ഇപ്പോൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കും, പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ സംഭവം ആക്കി കൊടുക്കും എന്തായാലും ഒരു നേരം. ഇവനിപ്പോൾ ഇത് തിന്നും മടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പാലിലാണ് ഇത് കുറുക്കി കൊടുക്കൽ. അപ്പോൾ അവന് പിന്നെയും ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പം ഞാൻ പാലിലാക്കി കൊടുക്കും, അപ്പം കഴിക്കും. അപ്പം ആൾക്ക് നമ്മൾ കോരി കൊടുക്കുന്നതോ വാരി കൊടുക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഒറ്റക്ക് കഴിക്കാനാണ് താല്പര്യം. എങ്ങനെയൊക്കെയോ തീറ്റിക്കും, ഒറ്റക്ക് ഫുള്ള് താഴൊക്കെ എന്നാലും വേണ്ടില്ല, ഉള്ളത് എങ്ങനെയും തിന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. സാധാ നമ്മൾ നേരത്തെ കണ്ടില്ല ആ സംഭവമൊക്കെ വെച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഷഫീഖാക്ക് എത്തിയിട്ടില്ല, ഇനി നല്ല ലേറ്റായി ഇനി വരാൻ വേണ്ടി. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് വന്ന്. അങ്ങനെ പിന്നെ ഷഫീഖാക്ക് മാത്രം ഞാൻ വേറെ എടുത്ത് കൊടുത്തതാണ്. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ആൾ വലിയ സംഭവമാക്കി മുഖമൊക്കെ മറിച്ചൊക്കുന്നുണ്ട്. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പം ഓക്കെ, ബൈ.